അങ്ങനെ ഇന്ന് നമ്മൾ വീണ്ടും അത്യാവശ്യം നല്ലൊരു ഫുഡ് തേടി നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയൊക്കെയാണ്. ഏകദേശം ഒരു 9:15 സമയമായിട്ടുണ്ട്. തട്ടുകടയൊക്കെ നമ്മൾ നോക്കി, പക്ഷേ അവിടെയൊക്കെ മെയിൻ സാധനങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞു. സാധാരണ ദോശയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം വേറൊരു നല്ല സ്ഥലം നോക്കി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഷവർമ്മയാണ് തൃശ്ശൂർ. അതായത് അൽത്താസിൻ്റെ ഒരു പുതിയൊരു ഔട്ട്ലെറ്റ് നമ്മുടെ കിഴക്കേക്കോട്ടയിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. പാർക്കിങ് ഫുള്ളായ കാരണം നമ്മൾ കുറച്ച് വണ്ടി കയറ്റിയിട്ടാണ് നിർത്തിയത്. അപ്പോൾ തന്നെ ഓർഡർ എടുക്കാനായിട്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് നമ്മൾ പറഞ്ഞു നമ്മൾ ഉള്ളിലേക്ക് വരുന്നുണ്ട്, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് നമ്മൾ കയറി. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഷിനോയാണ്. ഷിനോ വർക്ക് ചെയ്യണത് എറണാകുളത്താണ്. അപ്പോൾ അവന് ഏകദേശം കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാം. അപ്പോൾ അവൻ നല്ലൊരു സാധനം ഓർഡർ ചെയ്യുന്നുണ്ട് ഷവർമ്മയിൽ. എനിക്ക് തോന്നുന്നു അവൻ ജംബോ എന്ന് പറഞ്ഞ സാധനമാണ് അവൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ആകാംക്ഷ, ഇവിടെ എന്താണ് നടക്കണത്, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കിച്ചണിലേക്ക് ഒന്ന് പെർമിഷൻ മേടിച്ചിട്ട് ക്യാപ്പൊക്കെ വെച്ചിട്ട് ഉള്ളിൽ കയറി. ഇവരുടെ മെയിൻ വിജയത്തിൻ്റെ കാരണം ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് കേട്ടോ. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിയിലത്തെ ഫ്ലോറിലാണ് അടുക്കള. നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അത് അതായത് ഗ്ലാസ് കിട്ടും. നമുക്ക് അവരെന്താണ് ചെയ്യണതെന്ന് കാണാൻ പറ്റും. കണ്ടുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാനും തോന്നും. ചിലയിടത്തൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടാൽ നമുക്കത് കഴിക്കാൻ തോന്നില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ചിക്കനും കാര്യങ്ങളൊക്കെ ഓരോ ഗ്രാം അനുസരിച്ച് തൂക്കമൊക്കെ നോക്കിയിട്ട് അളവിൽ കൂടുതലൊന്നും ചെയ്യില്ല, അത് അലറടിക്കുക. അപ്പോൾ ഓരോ ഷവർമ്മയുടെ ഉള്ളിൽ എത്ര കിലോഗ്രാമാണ് വേണ്ടതെന്നുള്ള കാര്യം നോക്കി അത് അതിൽ വെച്ച് ഇവന് ഈ ഒരു സെറ്റിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത് വേറൊരു ചെക്കനാണ്. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൽ റൊട്ടി ആദ്യം വയ്ക്കും, അതിൻ്റെ മേലെ മയോണൈസ് തേക്കും, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വയ്ക്കും, പിന്നെ തൂക്കം നോക്കിയ ചിക്കൻ വയ്ക്കും, പിന്നെ തക്കാളി സവാള അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് മയോണൈസ് വീണ്ടും വെച്ച് അവൻ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കും. അതിൻ്റെ അപ്പുറത്ത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പയ്യനുണ്ടാവും. അത് ഇങ്ങനെ ചൂടാക്കി എടുക്കൽ മാത്രമാണ് അവൻ്റെ ജോലി. ഇതിൻ്റെ നീറ്റ് ആൻഡ് ക്ലീനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കാരണം ഈ ചൂടുകളിലായാലും ഈ തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിക്കാൻ തോന്നില്ല. പക്ഷേ അതൊരു വേറെ വൈബാണ്. പക്ഷേ ഇത് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എനിക്ക് തോന്നി. ഇവിടെ എല്ലാ ബ്രാഞ്ചിലേക്കും ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് മെയിൻ ഹെഡിൽ നിന്നാണ് വരിക. അപ്പോൾ ഇത് അവർക്ക് സെറ്റ് ചെയ്യണം. അതിന് മുന്നേ പുറത്തത്തെ കാര്യങ്ങൾ നോക്കാം. ഇപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. മേലെയാണ് ഇതിൻ്റെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ്, AC റൂമും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ മെയിനായിട്ടുള്ള ഒരു മെയിൻ സാധനമാണ് അവ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ഓർഡറുകൾ പോകുന്നുണ്ട്. കാരണം 3200 3500 വീക്കെൻഡിലൊക്കെ അതിനൊക്കെ കൂടുതൽ ഓർഡറുകൾ പോകുന്ന സ്ഥലം കാണും. തൃശ്ശൂർ പൂരത്തിനൊക്കെ അത്യാവശ്യം നല്ല ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഷവർമ്മ തന്നെയാണ്, നല്ലൊരു ഔട്ട്ലെറ്റ് തന്നെയാണ് തൃശ്ശൂർ വന്നിട്ടുള്ളത്. ഇതുപോലെയാണ് നമുക്ക് മേലേക്ക് കഴിക്കാനായിട്ട് വരിക. അതുപോലെ തന്നെ സൊമാറ്റോ സ്വിഗ്ഗിയിൽ പോകുന്നത് ഇതുപോലെ പാക്ക് ചെയ്തിട്ടാണ്. ഈ പാക്കിങ്ങിന് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ട്. അതായത് ഈ പാക്ക് ചെയ്യുന്ന ചേട്ടൻ ഓൺലൈനായിട്ട് വന്ന ഓർഡറുകൾ ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് കറക്റ്റായിട്ട് മാറ്റി വയ്ക്കും. അത് അങ്ങനെ പ്ലേസ് ചെയ്ത് പോകും. അങ്ങനെ നമ്മുടെ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് മേടിക്കാൻ കാരണം പുറത്തിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് മേടിച്ചത്. ഫാമിലീസിനൊക്കെ സുഖമായിട്ട് മേലെ വന്നിരുന്ന് AC യിലിരുന്ന് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കാറിലേക്കായാലും ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ജംബോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചിക്കനും പിന്നെ റൊമാൽ റൊട്ടി ആ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി കഴിച്ച് വരുമ്പോൾ നമ്മുടെ വയറ് ഏകദേശം ഫില്ലാവും. ഇത് നമ്മൾ 3 ആളാണ് ഏകദേശം കഴിക്കുന്നത്. ആദ്യം തന്നെ മോപ്പിഞ്ഞാട്ടം കഴിച്ച് നോക്കുന്നുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായം നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. ആൾ പറഞ്ഞത് ജെന്യുവനായിട്ടാണ്. കാരണം ഞാനും കഴിച്ചതാണ്. എനിക്ക് കഴിച്ചപ്പോൾ ആ ഒരു ഫ്ലേവർ അടിപൊളിയായിട്ട് തോന്നി. ഞാൻ മുന്നും കഴിച്ചിട്ടുണ്ട് ഷവർമയും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനൊക്കെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. കാരണം ആ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ അൽത്താസിന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 250-270 ഈ ഒരു പറഞ്ഞ സാധനം നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്ഥലമാണ്, നിങ്ങളും വന്ന് കഴിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ അടിപൊളിയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.